MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചത് എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് 53 ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസിന്റെ മുന്നോട്ടു പോക്കിന് അത്യന്താപേക്ഷിതമായ പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികൾ ആരും തന്നെ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായ പിൻബലമില്ലാതെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യം പേര് പറയാതെ ആരോപണം ഉന്നയിച്ച യുവനടി, പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതി, ഗർഭഛിദ്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്ന് പറയപ്പെടുന്ന യുവതി തുടങ്ങിയ ആരും തന്നെ കേസിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇതാണ് അന്വേഷണത്തെ പ്രധാനമായും വലയ്ക്കുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. ഈ ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയ അന്വേഷണ സംഘം ആ യുവതിയെ കണ്ടെത്തി മൊഴിയെടുത്തിരുന്നു. എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ആ യുവതിയും. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് യുവതിയിൽ നിന്ന് പരാതി വാങ്ങിയെടുക്കാൻ ഒരു IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ 3 തവണ ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ല. യുവതിയുടെ ഈ പിന്മാറ്റം കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.